ഫ്രൈഡ് റൈസിന്റെയോ നൂഡിൽസിന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഗാർലിക് ചിക്കൻ ആയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1/4 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. ഇനി നമുക്ക് 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവർ കുക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ഫ്രൈ ആയിട്ട് മൊരിഞ്ഞ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് 2 സൈഡും കുക്ക് ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സെയിം എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ച് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ്, അതേപോലെ 1/2 ടീസ്പൂൺ സോയാ സോസ്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സോസിന്റെ അളവിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനിരിക്കും തോറും കൂടുതൽ കുറുകുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഗ്രേവി സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ചൂടോട് കൂടി തന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, നാൻ, ചപ്പാത്തി ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.